നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുന്നത് ഭയാനകമായ ദിവസങ്ങൾ. കേരളത്തിലെ താപനില 40 ഡിഗ്രിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ സൂര്യാതപം ഉൾപ്പെടെയുള്ള ഗുരുതര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പകൽ ചൂടിൽ തളർന്നു വീണ് മരണം സംഭവിക്കാനും ബോധക്ഷയം സംഭവിക്കാനും പൊള്ളലേൽക്കാനും സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കുക. വേനൽ മഴ കിട്ടിയാൽ പോലും വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് റെക്കോർഡ് താപനിലയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. മാർച്ച് മാസത്തിൽ പരമാവധി 36 ഡിഗ്രി വരെ ഉയർന്നിരുന്ന താപനില ചില പ്രദേശങ്ങളിൽ 39 ഡിഗ്രിയിലേക്ക് പറന്നുയരുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. തമിഴ്നാട്ടിലെ തേനി, കമ്പം, കോയമ്പത്തൂർ പ്രദേശങ്ങളിൽ കിട്ടുന്ന വേനൽ ചൂടിനേക്കാൾ ഉയരെയാണ് കേരളത്തിൽ നിലവിലെ താപനില. സംസ്ഥാനത്ത് ചൂട് അതികഠിനമാകുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 37 ഡിഗ്രിക്ക് മുകളിലാണ് പകൽ ചൂട്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 39 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി ചൂടിന്റെ കാഠിന്യം നേരത്തെ തുടങ്ങി. ഉറക്കമില്ലാത്ത രാത്രികളെയാണ് പലരും നേരിടുന്നത്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രിയിലെത്തി. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ഉയർന്നു കഴിഞ്ഞു. മനുഷ്യനും ജന്തുജാലങ്ങൾക്കും താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് ചൂടും ഉഷ്ണവും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ താപനില ഇനി ഉയരുമെന്ന മുന്നറിയിപ്പുമുണ്ട്. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ സീസണിലെ സാധാരണ താപനിലയേക്കാൾ 3 ഡിഗ്രി വരെ കൂടുതലാണിത്. നാളെ മുതൽ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും മഴയ്ക്കുള്ള സാധ്യതയില്ല. അന്തരീക്ഷ താപം വർദ്ധിപ്പിക്കുന്ന എൽനിനോ പ്രതിഭാസവും വൈകാതെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. 39 ഡിഗ്രി വരെ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നതെങ്കിലും അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടി ഇതോടൊപ്പം കലരുമ്പോൾ കടുത്ത ഉഷ്ണവും നീറ്റലും പുകച്ചിലുമായി ഇത് അസഖ്യമാകുന്നു. സാധാരണ കിട്ടേണ്ടതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുന്നത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ. താപനിലയ്ക്കൊപ്പം അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ അളവ് അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിൽ പാലക്കാട്, കൊല്ലം, കോട്ടയം ജില്ലകളിൽ താപനില 42 ഡിഗ്രി വരെ ഉയരുമെന്നാണ് ആശങ്ക. കേരളത്തിൽ ഇതിനു മുൻപ് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില 41 ഡിഗ്രിയാണ്. രാവിലെ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗങ്ങളുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വനയോര മേഖലയിൽ കാട്ടുതീ പടരാനുള്ള സാഹചര്യം ഏറെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.